പെരേര പ്രൊഡക്ഷൻസിന്റെ മൂന്നാമത് നാടകം കണ്ണാടി നോക്കാത്ത ദൈവം. അതേപോലെ രംഗത്ത് കാണുന്ന എല്ലാ സംഭവവികാസങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. എന്തെങ്കിലും സാധിച്ചു തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രംഗം 1. കേരളത്തിലെ ഏതോ ഒരു സ്ഥലം. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. 2 കള്ളന്മാർ ഇര തേടി നടക്കുന്നു. ഈ നൈറ്റ് പിള്ളേർ പറഞ്ഞോട്ടെ, പണ്ടൊക്കെ പട്ടിയെ പേടിച്ചാൽ മതിയായിരുന്നു. അതെ അതെ അതെ, അത് ഈ പിള്ളേര് അവര് കാരണം ഈ പട്ടി പോലും ലയമായി നടന്നത്. അതാ നമ്മുടെ അസോസിയേഷന്റെ ഓഫീസല്ലേ അത്? ഒന്ന് കേറി നോക്കിയാലോ. അതേത് അസോസിയേഷൻ? കാനഡ ബേസ്ഡ് ബെഡ എന്നൊരു ടീംസ് ആണ്. ഇപ്പൊ അടുത്ത കേരളത്തില് അവര് ബ്രാഞ്ച് തുടങ്ങി. ഓ, എല്ലാവരും ടീമാണെങ്കിൽ വന്ന് തൊട്ടായി. അത് നോക്കൂ, ഒരു പ്രതിമ വല്ല ആന്റിക്കോ ആവും. നിനക്കെന്ത് കണ്ണ് കാണുന്നില്ലേ? അത് മോണിക്ക് നോക്കടാ. കുറേശ്ശെ വെള്ളത്തിന്റെ പ്രോബ്ലം ഉണ്ട്, കണ്ണുകൊണ്ട് പിടിക്കുന്നില്ല. ബെസ്റ്റ് രാത്രി കണ്ണും കാണില്ല, ജോലി കള്ള കൊള്ള. അയ്യോ, അത് പ്രതിമ ഓടിക്കോ. സോറി പ്രതിമ ബ്രോ. അല്ല സോറി, പേരെന്തായിരുന്നു? ഞാൻ പ്രതിമയല്ല, ദേവൻ. ദേവനാണ്. സോറി 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 ബ്രോ, ഞങ്ങള് പോവാം. പോലീസൊന്നും വിളിക്കില്ലേ? അല്ല, നിങ്ങൾ ഇവിടെ ഇങ്ങനെ? ഓഹോ, നിങ്ങൾ ഞങ്ങളെ പോലെ കള്ളൻ തന്നെയാണല്ലേ? കള്ളനോ? ഞാനൊരു ദേവനാണ്. ചന്ദ്രനെ അറിയില്ലേ? ലോക ഫെയിം, അവളുടെ എല്ലാം ബ്രദറാണ് ഞാൻ. ലോകയോ? അതാര്? നമ്മുടെ പുതിയ ഭാസ്കരന്റെ? അത് ലോല, ഇത് ലോക. അറിയില്ലേ? 100 കോടി ക്ലബ്. നിങ്ങളങ്ങനെ ഇവിടെ? അതൊരു കഥയാണ്. ദേവലോകത്ത് എനിക്ക് മേസ്ത്രി പണിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രംഗം 2. ദേവസഭാതലം. ഇന്ദ്രൻ ആകെ അസ്വസ്ഥനായി കിടന്നുകൊണ്ട് അല്ല, നടന്നുകൊണ്ട് പ്രവേശിക്കുന്നു. ഇവിടെ ആളെ കിട്ടാതെ നമ്മൾ അസുരന്മാരെ വിളിച്ചില്ലേ? എല്ലാവരും തിരുവാതിരയ്ക്ക് ലീവ് എടുത്തു പോയി. ഓ, ആവശ്യം നാളെ വരും. തിരുവാതിരയ്ക്ക് ശിവൻ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യാൻ. ഞാൻ വിഷ്ണുവിനെ എവിടെയാണ് സ്വീകരിക്കുന്നത്? പാർട്ടി ഹാളൊന്നും കിട്ടില്ലേ പ്രഭു? ഓ, എന്നാലും തനിക്ക് ഇതിന്റെ പണി തീർക്കാൻ ഉദ്ദേശമില്ല. തൊഴിലാളികളോട്ടെ, ഞാൻ ഇന്നലെ വന്നപ്പോൾ താനെവിടെ പോയിരുന്നു? ഇന്നലെ ഉർവശിയുടെ ബർത്ത്ഡേ കൂടെ ഒരു റീൽ കോളാർ ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിരയ്ക്ക് ഫ്ലാഷ് മോബിന്റെ സ്റ്റെപ്പ് ഇടാൻ കൺഫ്യൂഷൻ തീർക്കണമേ സോങ്ങിന്. ബ്ലഡി ഫൂൾ, തന്റെ കൺഫ്യൂഷൻ ഞാൻ തീർത്തരാം. പണിയെടുക്കാതെ കൊളാബ് ചെയ്ത് കിടക്കാറല്ലേ? നിന്നെ ഞാൻ ശപിച്ചിരിക്കുന്നു. നേരെ ഭൂമിയിലേക്കുള്ളോ? കേരളത്തിലേക്കല്ലേ പ്രഭു? അത് കിടക്കുന്ന ഇന്ത്യയിലേക്കോ? കേരളത്തിൽ മലയാളമല്ലേ? ആ, അത് പറഞ്ഞത്. ഇപ്പോ മലയാളികളൊന്നും അവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യും, കാനഡയിൽ പോകണം. അവിടെ കുറച്ച് മലയാളികളുണ്ടോ?
ഇനി ആ മെരിട്ടറിന്റെ ഹോൾ തന്നെ ബുക്ക് ചെയ്യണം. ആ വിനോദിനെ ഒന്ന് വിളിച്ചു നോക്കാം. രംഗം 3. കാനഡയിൽ GTA പ്രാന്തപ്രദേശം. നമ്മുടെ ഡയറക്ടർ മനോജ് പോറ്റി ദേവനുമായി സംസാരിക്കുന്നു. അതൊക്കെ ശരിയാണ്. നിങ്ങൾക്കാവുമ്പോ പാസ്പോർട്ടും വിസയൊന്നും വേണ്ടല്ല. എന്നാലും അവിടെ പോയി ഞാൻ ഒറ്റയ്ക്ക് അതിനെന്താ, ആ ലോകം ഒറ്റയ്ക്ക് ഒരാഴ്ച കൊണ്ട് 100 കോടി വന്നാലേ അതൊരു യക്ഷി. അപ്പൊ ഇയാൾക്ക് 1 കോടി വേണം, അപ്പൊ ഒരു 10 ലക്ഷം പറ്റില്ലേ? ഇയാൾ ശരിക്കും ഒരു ദേവൻ തന്നെ അല്ലേ? അതൊക്കെയാണ്. എന്നാലും ഹലോ ഹലോ, ഇതാരാ മനോജേട്ടാ? ഇത് ശാപം കിട്ടി ഭൂമിയിൽ വന്ന ഒരു ദേവനാണ്. ഞാൻ നമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സംസാരിക്കാൻ ചുരുവില് കിട്ടി. കൊള്ളാലോ. പ്രമോക്ക് കുറെ ചെലവാവില്ലേ? കാശൊന്നും വേണ്ട, ഇത് ഞാൻ ഒരു ചെറിയ കൂലി നോക്കി. എന്നാലും ഒരു ദേവൻ, നമുക്ക് ആ കുപ്പിയിൽ വരുന്നൊരു ഭൂതല്ലേ, അതിനെ നോക്കിയാലോ? നമുക്കായ ഭൂതത്തെ ഉപാസിക്കില്ല. ഓൺലി ഹൈ ക്ലാസ് ദേവന്മാർ. നമുക്ക് വേണ്ടി ഇയാൾ നാളെ കേരളത്തിൽ പോകും. അല്ല, അവിടെ ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യണം? എവിടെ താമസിക്കും? അവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ കുടിക്കും. വേണമെങ്കിൽ ഡെയിലി പാൽപ്പായസം വെച്ച് സ്വയം നേടിക്കാൻ ഞാൻ അടുത്ത വീട്ടിൽ വിളിച്ച് പറയാം. പാൽപായസോ? ഞാനൊരു ദേവനല്ലേ, ബ്രഹ്മരക്ഷസൊന്നുമല്ല. എന്നാ പിന്നെ പോറ്റി ഹോട്ടലിൽ ഫുഡ് അറേഞ്ച് ചെയ്യാം. അവിടെ ചെന്നിട്ട് ഇയാൾ കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ അസോസിയേഷന്റെ പബ്ലിസിറ്റി. എന്നാലും ഞാനിപ്പോ ഇയാളാകുമ്പോ അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യും. ഒക്കെ ശരിയാവുമല്ലോ. അപ്പോഴേ എന്നാലേ ഇവിടുത്തെ ആ വാൽക്കണ്ണാടി ടീമിനെ കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? വീഡിയോയിൽ ഒരു 100K ലൈക്ക് മേടിച്ചെന്ന് മാത്രം മതി. അത് ഈസിയല്ലേ? എന്നാ പിന്നെ ഒരു 100K വ്യൂസ് കൂടെ. ഈ ദേവസഭയില് ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യാനുള്ള വഴിയുണ്ടോ? പൊന്നിന്റെ മാഷ വിട്ടേക്ക്. അവിടെ ഇപ്പോഴും ഓർമ്മ ഫേസ്ബുക്ക് പോലും എത്തിയിട്ടില്ല. അപ്പോഴാ കൊള്ളാറുണ്ട്. രംഗം 4. കേരളത്തിലെ അതേ ഏതോ ഒരു സ്ഥലം. വീണ്ടും കള്ളന്മാർ. ഓ, അങ്ങനെ വന്നതാണല്ലേ. ഞങ്ങളെ കൂടി കൂട്ടും. അതെന്തായാലും വേണ്ട. പിന്നെ വേറെ എന്തെങ്കിലും നോക്കണം. എടാ, നമുക്ക് ഇയാളെ ആദ്യം നോക്കിയാലോ? ദേവസ്വാമി. അതിന് ഇവൻ ആൾ അല്ലല്ലോ, ആൾറെഡി ദേവനല്ലേ. എന്നാ പിന്നെ പിടിച്ച് ഇലക്ഷനുകളിൽ നിർത്താം. ഒന്ന് പോടോ. അല്ല ദേവേട്ടാ, ശരിക്കും എന്താ നിങ്ങളെ പ്ലാൻ? അത് പിന്നെ അങ്ങോട്ട് പോരട്ടെ, പറയൂ. എന്തിനാണ്? ഞാൻ PSC കോച്ചിങ്ങിന് ചേർക്കും. അപ്പൊ അസോസിയേഷന്റെ പബ്ലിസിറ്റി? ഓ, അസോസിയേഷന്റെ കാര്യം ഞാൻ ആ മനോജനെ വിളിച്ച് പറഞ്ഞു. അതൊന്നും നടപടിയാവില്ല. പുള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കാനഡ പോണില്ലേ? മേസ്തലിനൊക്കെയല്ലേ പറഞ്ഞേ? ട്രെയിൻ ചെയ്യാനൊന്ന് ട്രൈ ചെയ്തൂടെ? ഇല്ലല്ലോ, ഏജോ ആയി. പോയിന്റൊക്കെ കുറവാണ്. അപ്പൊ ദേവലോകം നീ മറക്കാം. ആ, ഒരു കൊല്ലം PSC നോക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ ഇന്നലെ കാല് പിടിച്ച് തിരിച്ച് സ്വർഗത്തിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒന്നും കിട്ടുന്നു തോന്നുന്നില്ലല്ലേ? ഇല്ല, ഓഫീസ് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 2 ഫ്ലെക്സും എന്നാ
വർഷങ്ങളായി ഒരു ദേവനെ ആദ്യമായിട്ട് കണ്ടതല്ലേ. ഒരു സെൽഫി എടുത്തേക്കാം. ദേവൻ ബ്രോ ഒന്നിങ്ങോട്ട് നിൽക്കോളൂ. സെൽഫി എടുത്തോ, പക്ഷേ FB ഇൻസ്റ്റ ഒന്നും പോസ്റ്റ് ചെയ്യരുത്. അതെന്താ? ആ വാൽക്കണ്ണാടി ടീം പോക്കും. അവരുടെ 100K ലൈക്ക് കൊളാബ് ഒന്നും ശരിയായില്ല. ഇപ്പൊ കണ്ണാടി മേടിച്ച് ഞാൻ മുടി കൂടെ ചെയ്യാറില്ല. ശരിയാ, ഇപ്പൊ കടം തിരിച്ചു കൊടുത്തില്ലെങ്കിലും ക്ഷമിക്കും, ലൈക്കും ഷെയറും ചെയ്തില്ലെങ്കിലും പൊറുക്കില്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക ദേവേട്ടാ. അയ്യോ അവിടെ പോലീസ്. വരട്ടെ, നിങ്ങൾക്ക് പോകാൻ വണ്ടി ഇപ്പൊ വരും. ഞാൻ അലാം ട്രിഗർ ചെയ്തിട്ടുണ്ട്. നമ്മ പ്രൊമോഷൻ മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. ഓഫീസർ പ്രൊട്ടക്ഷൻ ഇപ്പോഴും എന്റെ തന്നെയാണ്. ഡോ പെട്ടാ നിങ്ങളും വിടും മിസ്റ്റർ ദേവൻജി. ഈ ഫോട്ടോ ഇത് കണ്ടില്ലേ? ഇത് ഞങ്ങൾ അവിടെ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും നമ്മളൊക്കെ ഒറ്റ ഗ്യാങ്ങാണ്. ആ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. അയ്യോ എടാ, ഇയാളെ ഫോട്ടോയിൽ കാണാനില്ല. ഞാനൊരു ദേവനാണെന്ന് ഞാൻ വിചാരിച്ചാലേ എന്നെ കാണാൻ പറ്റൂ. വിനോദേ, ചതിച്ചോ? സ്റ്റേജിന്റെ പുറകിൽ പള്ളിയോടെ. അതേട്ടാ, കുറെ നോക്കി, ഒന്നും ശരിയായില്ല. അവസാനം തന്നെ കിട്ടിയുള്ളൂ. വേസ്റ്റ് പെട്ടത് നമ്മളല്ലേ ഞാനോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. വാൽക്കണ്ണാടി ടീം വീട്ടിലെത്തി തിരിച്ചും മറിച്ച് ചോദിക്കും. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പാറയപ്പള്ളിയിലേക്ക് അച്ഛൻ ബ്രാഹ്മണ അമ്പലത്തിൽ പരിഗണനത്തിന് പോയപ്പോ സ്കിറ്റിന്റെ ഓഡിയോ ഹാക്കായി. പിന്നെ ഇന്ന് സ്റ്റേജിൽ കണ്ടതെല്ലാം വെറും AI.